എം.ടിയുടെ വേർപാടിൽ തേങ്ങി ജന്മനാടായ പാലക്കാട് കൂടല്ലൂരും. പാലക്കാട് നിന്ന് തത്സമയം ചേരുന്നു അരുൺ ആലത്തൂർ. അരുൺ, പാലക്കാട് കൂടല്ലൂരിലെ ജനം കരയുകയാണ്. അവർക്ക് എം.ടി എന്നാൽ എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ്. അവർ വല്ലാതെ ആ വേർപാടിൽ തേങ്ങുന്ന കാഴ്ചകൾ തന്നെയാണോ അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും പാലക്കാട്ട് കൂടല്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെ ജനങ്ങൾ എല്ലാവരും വലിയ വേദനയിൽ തന്നെയാണ്. എം.ടി എന്ന ഈ മഹാപ്രതിഭ, അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. എം.ടി എന്നത് കൂടല്ലൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മേൽവിലാസം കൂടെയാണ് എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഈ പുറകിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ തറവാട് വീട്, മാടത്ത് തെക്കേപ്പാട്ട് വീട്. ഈ മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഓരോ കൃതികളും പിറന്നിട്ടുള്ളത്. നാലുകെട്ട് പോലെയൊക്കെ ഉള്ള നമുക്ക് നോവൽ അറിയാം. അതിനൊക്കെ ആധാരമായത് ഈ തറവാടും ഈ തറവാട്ടിലെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമാണ് എന്നുള്ളതാണ്. 1933 ജൂലൈ 15 അദ്ദേഹം ഈ തറവാട്ടിൽ ജനിക്കുന്നത്. പുന്നിയൂർക്കുളം ടി നാരായണൻ നായർ അമ്മാളു അമ്മ ദമ്പതികളുടെ മകനായിട്ട് ഇവിടെ ജനിക്കുന്ന അദ്ദേഹം ഈ വീട്ടിൽ നിന്നാണ് കൂടല്ലൂരിലെ കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കുടത്തേക്ക്, അവിടെ നിന്നും മലമൽക്കാവ് എലിമെൻ്ററി സ്കൂളിലേക്കും പിന്നീട് കുമരനെല്ലൂർ ഹൈസ്കൂളിലേക്കുമൊക്കെ പോകുന്നത്. 48-ൽ 1-ാം ക്ലാസ്സോടെ 10-ാം ക്ലാസ് പാസ്സായ അദ്ദേഹം ഒരു വർഷത്തോളം പിന്നീട് ഈ വീട്ടിൽ തന്നെ ചിലവഴിച്ചു. കാരണം വീട്ടിൽ വലിയ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്ന് പിന്നീട് ആ ഒരു വർഷം 10-ാം ക്ലാസ് പാസ്സായിട്ടും പ്രീ ഡിഗ്രിക്കോ മറ്റോ ചേരാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് 49-ലാണ് അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് ചേരുന്നത്. ആ വിക്ടോറിയ കോളേജിൽ അദ്ദേഹം രസതന്ത്രത്തിലാണ് ബിരുദം നേടുന്നത്. ആ ബിരുദം നേടുന്ന ആ കാലയളവിൽ അദ്ദേഹം എഴുതിയ വളർത്തു മൃഗങ്ങൾ എന്ന ചെറുകഥ, അത് വളരെ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അത് പുറത്തിറക്കുന്നത് ആ ഒരു കാലയളവിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കുമരനെല്ലൂരിന് എന്ന ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളിലും മറ്റുമൊക്കെ നമുക്ക് ഈ ഗ്രാമവും ഇവിടുത്തെ വീടും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ നിളയുടെ തീരത്താണ് അദ്ദേഹത്തിൻ്റെ ഈ വസതി സ്ഥിതി ചെയ്യുന്നത്. ഈ നിളയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭഗവതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള കുരുതിക്കളത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കഥകളിലെ ഓരോ സന്ദർഭങ്ങളും വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോഗം അറിഞ്ഞ് കോഴിക്കോട്ടേക്കും മറ്റും പോകുന്ന ആളുകളെ പോലെ തന്നെ ഈ വസതിയിലേക്കും ഈ നാട്ടിലേക്കുമൊക്കെ ആളുകൾ എത്തുന്നു എന്നുള്ളത് ഈ നാടിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തറവാട് വീടിനുമൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിലെ ക്ഷേത്രം കൊടിക്കുന്നിലമ്മ, ദൈവമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കൊടിക്കുന്നിലമ്മയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതൊക്കെ എത്രത്തോളം ഈ ഒരു നാടിനെ അടയാളപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ പകിടകളിയാണെങ്കിലും അതല്ലെങ്കിൽ ഈ നാട്ടിൻ്റെ ഓരോ സ്പന്ദനങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ കുമരനെല്ലൂർ ക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുണ്ടാക്കുന്ന കാര്യവും. അവർക്കൊക്കെ അവരുടെയൊക്കെ ഒരു അഡ്രസ്സാണ് എം.ടി. അവരെവിടെ പോയാലും ആളുകൾ പറയുക, നിങ്ങൾ എം.ടിയുടെ നാട്ടിൽ നിന്നാണല്ലേ എന്ന തരത്തിൽ ആളുകൾ പറയുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ സമയത്തും ഓർത്തെടുക്കുന്നത്. കുമരനെല്ലൂരിന് മാത്രമല്ല പാലക്കാടിനും എം.ടി വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം ഈ കുമരനെല്ലൂരിലെ പഠനവും മറ്റൊക്കെ പൂർത്തിയാക്കി പട്ടാമ്പിയിൽ അദ്ദേഹം പണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ചേർന്നിരുന്നു. പഠിപ്പിക്കാനായിട്ട് അവിടെ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ വിക്ടോറിയ കോളേജിലെ പഠന കാലയളവ് ഉൾപ്പെടെ എപ്പോഴും സ്മരിക്കാറുള്ള കാര്യങ്ങളാണ്. വിക്ടോറിയ കോളേജിൽ അദ്ദേഹം പഠനത്തിനായി എത്തുന്ന ആ ഒരു കാലയളവ്, അതായത് 1949 ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കാനായിട്ട് എത്തുന്നത്. ആ സമയത്ത് വിക്ടോറിയ കോളേജിൻ്റെ ആ പരിസരത്തിൻ്റെയും അവിടുത്തെ ഭൂമിശാസ്ത്രത്തെയൊക്കെ അദ്ദേഹം പലപ്പോഴും ഓർത്തെടുക്കാറുണ്ട്. പാലക്കാട് നഗരസഭയിലെ വാർഷിക ആഘോഷങ്ങൾക്കും മറ്റുമൊക്കെ പങ്കെടുത്ത സമയത്ത് ഉൾപ്പെടെ ഗൗഡർ തിയേറ്ററിൽ സിനിമയ്ക്ക് ചെന്നതായാലും അല്ലെങ്കിൽ ന്യൂസ് തിയേറ്ററിൽ സിനിമയ്ക്ക് ചെന്നതാണെങ്കിലും കുതിരവണ്ടികളിൽ പാലക്കാട് നഗരത്തിലൂടെ യാത്ര ചെയ്ത അനുഭവങ്ങളാണെങ്കിലും ആ സമയത്ത് എപ്പോഴും കുതിരച്ചാണകത്തിൻ്റെ മണമുള്ള നഗരവീഥികളാണെങ്കിലും ഓരോ തെരുവിൻ്റെയും കഥകളാണെങ്കിലും ഇതൊക്കെ അദ്ദേഹം പലപ്പോഴും ഓർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല
അഭിമുഖങ്ങളിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ നാടുമായിട്ടുള്ള ബന്ധം എപ്പോഴും അദ്ദേഹം വാചാലനാവാറുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നുള്ളത് മലയാളികൾക്കൊന്നടങ്കം താങ്ങാനാവാത്തതാണ്. ഒപ്പം തന്നെ ഈ കുമരനെല്ലൂരിനും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആ വിയോഗം എന്നുള്ളത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അതെ, അരുൺ പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിൽ നിന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ എല്ലാ കഥാതന്തുവിലും അദ്ദേഹം എഴുതി ചേർത്ത തൻ്റെ ജന്മനാടും അവിടുത്തെ സവിശേഷതകളും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പലപ്പോഴും അതെല്ലാം കഥാതന്തുക്കളായി അവതരിപ്പിച്ചതും. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതും അതുകൊണ്ടാണ്.